ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ മിക്കപ്പോഴും ഒരു കോമഡിയായി മാറാറുണ്ട്. കാരണം 100 ചോദ്യങ്ങളായിരിക്കും ചോദിക്കാറുള്ളത്. അതിൽ ഭൂരിഭാഗവും ഒരു 10 ചോദ്യമെങ്കിലും ഉത്തരം നൽകാൻ പറ്റില്ല. അതിൽ ഒരു 10 ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നേ ഉത്തരം ബ്ലണ്ടർ ഉത്തരമായിരിക്കും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതിൻ്റെ അകത്ത് ഉത്തരത്തിൽ അനുസൃതമായ ഓപ്ഷനുകളൊന്നും ഉണ്ടാകില്ല. കൂടാതെ അതിൻ്റെ ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ ചോദ്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് വിവരദോഷിയാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്ന് വരെ ഉദ്യോഗാർത്ഥികൾക്ക് തോന്നിപ്പോകും. ആ ഒരു പരീക്ഷ കഴിയുമ്പോൾ ഈ പഠന ഗ്രൂപ്പുകളടക്കം നടക്കുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ കണ്ടിട്ട് ഈ കേരള PSCയുടെയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ ഒന്ന് പിരിച്ചുവിട്ടിട്ട് ഏതെങ്കിലും അറിയാവുന്ന, അതായത് പരീക്ഷ നടത്താൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തന്നെ ചോദിക്കാറുണ്ട്. കാരണം ഈ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് വെറും തുച്ഛമായ തുകയാണ്. 1000, 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്കായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവർ എവിടെയൊക്കെയോ നോക്കിക്കൊണ്ടിരുന്ന് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഈ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയിലേക്ക് ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി കട്ടിയുള്ള ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ മലയാള ഭാഷകളൊന്നും തന്നെ യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് സിവിൽ സർവീസ് രീതിയിലുള്ള ചോദ്യങ്ങൾ കൊണ്ടുവന്ന് നേരെ 10ാം ക്ലാസ് പരീക്ഷയിലേക്ക്, അതായത് ഈ LDC പോലുള്ള പരീക്ഷയിലേക്ക് കൊണ്ടുവന്നിടുന്നു. അങ്ങനെ കടിച്ചാൽ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളിടുന്നു. അതിൽ ഒന്നും വായിച്ചാൽ പോലും മനസ്സിലാവില്ല. എത്ര റാങ്ക് ഫയലുകളൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം വേറെ ആയിരിക്കും, ഉത്തരവും വേറെ ആയിരിക്കും. ചോദ്യത്തിനൊരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പലപ്പോഴും ആരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഈ UPSCയുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നാലും UPSCക്ക് നിരന്തരം കത്ത് അയക്കാറുണ്ട്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ ഈ ചോദ്യപേപ്പർ ഒന്ന് റെഡിയാക്കുമ്പോൾ കുറച്ച് സാമാന്യ ബോധമുള്ള ഒരാളെ വെച്ചിട്ട് റെഡിയാക്കണമെന്ന്. ഇപ്പോൾ ഒരു വിവാദമായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വിവാദമാവേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ആർക്കും എവിടെയും എപ്പോൾ സംഭവിക്കാം. പക്ഷെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ലക്കത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഈ PSCക്ക് വെബ്സൈറ്റ് ഉണ്ട്, PSCക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് ഔദ്യോഗികമായി തന്നെ ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഒരു വിശദീകരണം PSC ഇറക്കിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ PSCക്ക് ഉത്തരവാദിത്തമുണ്ട്. ചിലപ്പോൾ ചില രീതിയിൽ പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ സംഭവിക്കാം, അത് സ്വാഭാവികം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞിട്ടും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ തന്നെ PSCക്ക് നിങ്ങൾ ഒരു അച്ചടിച്ച സാധനത്തിൽ തെറ്റുണ്ട്, അത് ചെറിയ പിഴവല്ല, ഗുരുതരമായ ഒരു പിഴവാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ PSCയുടെ അവിടുത്തെ പ്രവർത്തനം, അവിടുത്തെ നീക്കങ്ങൾ, അവരുടെ ആ ഒരു PSCയുടെ ആ ദൈനംദിനമായി നടന്നു പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ വലിയ രീതിയിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു കൊലക്കേസ് പ്രതി അല്ലെങ്കിൽ കാപ്പ ചുമത്തിയ ഒരു പ്രധാന ഗുണ്ടയുടെ ഫോട്ടോയാണ് PSC എടുത്ത് ഇട്ടിരിക്കുന്നത്. അതും വേറൊരു ഫിലിം ക്രിറ്റിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനാണ് ഈ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ഒരു പക്ക ക്രിമിനലിൻ്റെ ഒരു ഗുണ്ടയുടെ ഫോട്ടോ എടുത്ത് PSC ഫോട്ടോ സഹിതം അടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. അത് 10 രൂപ നിരക്കിൽ എല്ലാ ആഴ്ചയും കിട്ടും. അത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വാങ്ങുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം PSCയുടെ വാക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കൂടാതെ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപയോഗമായ ഒരു ഫലപ്രദമായ ഒരു ബുള്ളറ്റിനാണ് PSC പുറത്തിറക്കുന്ന, എല്ലാ ആഴ്ചയും പുറത്തിറക്കുന്ന PSCയുടെ ഒരു ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അതിലാണ് ഗുരുതരമായ ഒരു തെറ്റ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ ഷുഹൈബിന്റെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും മുൻ CPM പ്രവർത്തകനുമായ ആകാശ് തില്ലങ്കരിയെ മികച്ച കഥാകൃത്തായി ചിത്രീകരിച്ചാണ് PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. കഴിഞ്ഞ മെയ് 15-ന് PSC പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിന്റെ അവസാന പേജിലെ സമകാലിക കുറിപ്പിലാണ് ഈ ഗുരുതരമായ അബദ്ധം സംഭവിച്ചത്. 49ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളെ കുറിച്ചുള്ള വിവരണം നൽകിയ പേജിലാണ് PSCക്ക് വലിയ വീഴ്ച പറ്റിയത്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ പ്രശസ്ത തിരക്കഥാകൃത്ത് രാജേഷ് തില്ലങ്കരിക്ക് പകരം കൊലക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കരിയുടെ ഫോട്ടോയാണ് ബുള്ളറ്റിൽ അടിച്ചു വന്നത്. ഉണ്ണി KR സംവിധാനം ചെയ്ത എ പ്രഗ്നന്റ് വിഡോ എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയാണ് രാജേഷ് തില്ലങ്കരിയാണ് ആ തിരക്കഥ തയ്യാറാക്കിയത്. അതിനാണ് അർഹമായ ഫിലിം ക്രിറ്റിക് അവാർഡ് ലഭിച്ചത്. എന്നാൽ പേര് മാറ്റത്തിലെ സാമ്യം കാരണമാണോ അതോ മറ്റ് ജാഗ്രത കുറവ് കൊണ്ടാണോ എന്ന് വ്യക്തമല്ലാത്ത രീതിയിലാണ് കൊലക്കേസ് പ്രതിയുടെ ചിത്രം ഇതിൽ ഉൾപ്പെട്ടത്. സ്വാഭാവികമായി ഈ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ നെറ്റിൽ നിന്നും ഒക്കെ ആയിരിക്കാം എടുക്കുക. പക്ഷെ വരുന്ന സമയത്ത് അത്
രണ്ട് തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ PSC ക്കുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഒരു 100 ക്വസ്റ്റ്യൻ ഇന്നേ വരെ PSC ഇട്ട് കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും സ്വാഭാവികമായി കട്ട് ചെയ്യും, അല്ലെങ്കിൽ PSC തന്നെ ഔദ്യോഗികമായി റദ്ദാക്കുന്ന ഒരു പ്രവണത എല്ലാ കാലത്തുമുണ്ട്. അത് 1 or 2 പരീക്ഷകളിൽ മാത്രം അങ്ങനെ റദ്ദാക്കിയിട്ടില്ല എങ്കിലും ഭൂരിഭാഗം പരീക്ഷകളിലും 100 ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു 5 ചോദ്യമെങ്കിലും PSC റദ്ദാക്കും, ഔദ്യോഗികമായി തന്നെ റദ്ദാക്കും. അതിൽ പറയുന്നത് ഓപ്ഷൻസ് തെറ്റാണ്, ഉത്തരം തെറ്റാണ്, ഉത്തരവും ഓപ്ഷനും തമ്മിൽ സാമ്യമില്ല, അങ്ങനെയൊക്കെയുള്ള പല ന്യായങ്ങളും പറഞ്ഞിട്ടാണ് PSC ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിനെങ്കിലും ഇറക്കുമ്പോൾ അതിലൊരു അതീവ ജാഗ്രത, അതിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഒന്നും കൂടെ വെരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം PSCക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെയ് 15 ലക്കത്തിൽ ഇത്രയും വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടും അത് തിരുത്താൻ PSC തയ്യാറായില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികളെ പോലും ചൊടിപ്പിക്കുന്നതും അവരെ പോലും ആശ്ചര്യപ്പെടുത്തുന്നതും. അവസാനം ഈ സംഭവമെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ തെറ്റുപറ്റിയെന്ന് PSC ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ജൂൺ 1-നും ജൂൺ 15-നും പുതിയ PSC ബുള്ളറ്റിനുകൾ പിന്നീട് PSC പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജൂൺ 1-നും ജൂൺ 15-നും പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിൽ പോലും നമുക്ക് തെറ്റ് സംഭവിച്ചു, അതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഔദ്യോഗികമായി ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ അതിനൊന്ന് തിരുത്താൻ പോലും PSC തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഈ 2 ലക്കങ്ങളിലും ഫോട്ടോ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിശദീകരണം നൽകാൻ PSC തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ പരിശീലനങ്ങൾക്കായി പൂർണ്ണമായും ആശ്രയിക്കുന്ന PSCയുടെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അതിലാണ് വൻ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനം വേറൊന്നുമില്ല, ഈ PSCയുടെ തലപ്പത്തിരിക്കുന്നവർ, അതായത് സാമാന്യമായ ബോധമില്ലാത്ത, സമകാലീനമായ ഒരു അറിവുമില്ലാത്ത വെറും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ PSCയുടെ അധികാര കസേരകളിൽ കയറി ഇരിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്. കുറച്ചെങ്കിലും ബോധവും ഉള്ള, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമൂഹ്യ പ്രജ്ഞാനമുള്ള, കുറച്ചെങ്കിലും ജനറൽ നോളേജ് അറിവുള്ള ആരെങ്കിലും ഒരാളാണ് PSCയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ PSCയുടെ തലപ്പത്തേക്ക് ഇരുന്നിരുന്നെങ്കിൽ ഈ ബുള്ളറ്റിൻ ഇറക്കുന്നതിന് മുന്നേ അവർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കപ്പോഴും ഈ വയസ്സായ അല്ലെങ്കിൽ റിട്ടയറായ ഏതെങ്കിലുമൊക്കെ അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഏറ്റവും മുതിർന്ന റിട്ടയറായ ഉദ്യോഗസ്ഥരെയൊക്കെയാണ് ഈ PSC ഈ ചോദ്യപേപ്പർ തയ്യാറാക്കാനും അതോടൊപ്പം തന്നെ മറ്റ് കറണ്ട് അഫയേഴ്സും പൊതുവിജ്ഞാപനവും ഒക്കെ തയ്യാറാക്കാനായിട്ട് കൊണ്ട് ഇരുത്തുന്നത് എന്നതിൻ്റെ ഒരു പിഴവാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.